ബി.ജെ.പിക്ക് ഇത് രണ്ടാമത്തെ അടിയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കിട്ടുന്നത്. ആദ്യത്തെ അടി ഘടകകക്ഷി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലാണെങ്കിൽ രണ്ടാമത്തേത് സ്വന്തം സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്നുമായിരുന്നു. ബി.ജെ.പിയുടെ ഐക്കോണിക് സ്റ്റാർ ശോഭ സുരേന്ദ്രനാണ് നിലച്ചിരിക്കാത്ത നേരത്ത് അടികിട്ടിരിക്കുന്നത്. അത് കോടതി വഴി കിട്ടുമ്പോഴാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ചൂടേറുന്നത്. ഒരു വർഷം മുൻപ് ഇ.പി. ജയരാജൻ വെച്ച കെണിയിലാണ് ഇപ്പോൾ ശോഭ സുരേന്ദ്രൻ വീണിരിക്കുന്നത്. ബി.ജെ.പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു എന്നാരോപിച്ച് ഇ.പി. ജയരാജൻ നൽകിയ മാനനഷ്ട കേസിലാണ് ശോഭ സുരേന്ദ്രന് തിരിച്ചടി. കേസ് അടിയന്തരമായി തീർപ്പാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ കണ്ണൂർ കോടതി സമൻസ് അയച്ചിരിക്കുകയാണ്. 2024 ഏപ്രിലിൽ ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇത് തന്നെ വ്യക്തിഹത്യ ചെയ്യാനായി കെട്ടിച്ചമച്ച വ്യാജ വാർത്തയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജയരാജൻ കോടതിയെ സമീപിച്ചത്. 2024 ഫയൽ ചെയ്ത കേസ് നടപടികൾ വൈകുന്നതിനെതിരെ ഈ വർഷം ഫെബ്രുവരിയിൽ ഇ.പി. ജയരാജൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കേസ് വേഗത്തിൽ തീർപ്പാക്കാൻ ഫെബ്രുവരി 19-ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ശോഭ സുരേന്ദ്രനോട് നേരിട്ട് ഹാജരാകാനാണ് മജിസ്ട്രേറ്റ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദമുണ്ടാക്കിയ സംഭവമായിരുന്നു ഇ.പി. ജയരാജന്റെ ബി.ജെ.പി പ്രവേശന വാർത്തകൾ. തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ശോഭ സുരേന്ദ്രൻ. പാലക്കാട് മണ്ഡലത്തിൽ ശോഭയെ ഇറക്കിയുള്ള ബി.ജെ.പിയുടെ കളിയിൽ ചെറുതല്ലാത്തൊരു ഭയം കോൺഗ്രസും CPM-ഉം പുലർത്തേണ്ടത് അത്യാവശ്യമായിരിക്കവെയാണ് ഈ സമൻസിന്റെ കടന്നുവരവ്. 2016-ൽ പാലക്കാട് നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ച് 2ാം സ്ഥാനത്തെത്താൻ ശോഭയ്ക്ക് കഴിഞ്ഞിരുന്നു. 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിച്ച ശോഭ ഇടത് വലത് മുന്നണികൾക്ക് പിന്നിൽ 3ാമതായിരുന്നു സ്ഥാനമെങ്കിലും 2009-ലെ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് മണ്ഡലത്തിൽ ലഭിച്ച വോട്ടിനേക്കാൾ 6.29% ഉയർത്താൻ സാധിച്ചുവെന്നതും പിന്നീട് അവർ മത്സരിച്ച സകലയിടത്തും ബി.ജെ.പിയുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുവെന്നതും വലിയ വെല്ലുവിളി തന്നെയാണ്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്തും രണ്ടാമതെത്തി. അവസാനമായി മത്സരിച്ച ആലപ്പുഴയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ മുൻ തെരഞ്ഞെടുപ്പിൽ KS രാധാകൃഷ്ണൻ നേടിയ 1.87 ലക്ഷം വോട്ട് ശോഭ 2.99 ലക്ഷത്തിന് മുകളിലെത്തിച്ചു. NDAക്ക് വലിയ സ്വാധീനമില്ലെന്ന് കരുതിയ മണ്ഡലത്തിൽ എതിരാളികളെ ഞെട്ടിച്ചു കളഞ്ഞു. വോട്ട് വിഹിതം 17.24%-ൽ നിന്നും 28.3%-മായി. പാലക്കാട്ടും ശോഭയ്ക്ക് മുന്നേറ്റം സാധ്യമാകുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. പാലക്കാട് നഗരസഭയ്ക്കും കണ്ണാടി, മാത്തൂർ, പിരിയാരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. ഇതിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി.ജെ.പിയാണ്. ശോഭ ഒരു വെല്ലുവിളിയാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് തന്നെയാണ് UDF-നും LDF-നും പറയാനുള്ളത്. ഇനി അപ്പുറത്ത് 2020 വഴി ബി.ജെ.പിക്ക് കിട്ടിയിരിക്കുന്നത് അതിലും വലിയ അടിയാണ്. നടിയും ബിഗ് ബോസ് താരവുമായ ലക്ഷ്മി പ്രിയയെ ഇറക്കിയുള്ള കളിയാണ് പാളിയിരിക്കുന്നത്. താരത്തെ പെരുമ്പാവൂരിൽ നിന്നും സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. എന്നാൽ താരത്തിന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലെന്ന സത്യം തിരിച്ചറിഞ്ഞതോടെയാണ് പണി പാളിയത്. അങ്ങനെ 2 സ്ഥാനാർത്ഥികൾ ബി.ജെ.പിക്ക് കീറാമുട്ടിയായിരിക്കുകയാണ്.